നല്ലോണം കുളിച്ച് കുട്ടപ്പനായി കുറിയൊക്കെ തൊട്ട് ഒരുമാതിരി ഹൈന്ദവ കുട്ടിയായി നടിച്ചുകൊണ്ട് നിൽക്കുന്ന സഖാവ് ശിവൻകുട്ടിയെ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് സത്യമായിട്ടും ഗാന്ധിയൻ ഉണ്ണിത്താനാണ്. നെറി മറന്നാലും നെറ്റിയിലെ കുറി മറക്കാത്തവനായിരുന്നല്ലോ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, അല്ലെ? കർണൻ കവചകുണ്ടലവുമായി ജനിച്ചതുപോലെ ഉണ്ണിത്താൻ കരിങ്കുറിയുമായി ജനിച്ചവനാണെന്ന് വിശ്വസിച്ചിരുന്ന പലരും നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പണ്ടൊരിക്കൽ കളിക്കൂട്ടുകാരുമായി നേരമ്പോക്ക് പറഞ്ഞിരിക്കുന്ന നേരത്താണ് സദാചാര പോലീസായി വേഷം കെട്ടിവന്ന ഡിഫിക്കാർ നമ്മുടെ ഉണ്ണിത്താനെ വളഞ്ഞു പിടിച്ചത്. അപ്പോൾ മാത്രമാണ് കുറി പറഞ്ഞ നിലയിൽ നാട്ടുകാർ ഉണ്ണിത്താനെ ആദ്യമായി കാണുന്നത്. ഇന്നത്തെ പോലെ ഡിഫിക്കാർ അന്ന് മൈ ബോഡി മൈ റൈറ്റ് സിദ്ധാന്തക്കാരായിരുന്നില്ല, ഒട്ടും തന്നെ അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികതയെ അംഗീകരിക്കുന്നത്ര പരിഷ്കൃത ബുദ്ധിയും അക്കാലത്ത് സഖാക്കളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോകന്റെ ഓർമ്മ. ഈ സദാചാരത്തിലൊക്കെ സ്വല്പം കമ്മമുണ്ടെന്ന മട്ടിലായിരുന്നല്ലോ കമ്മി വേഷധാരികൾ പുരാതന കേരളത്തിലൂടെ നടന്നിരുന്നത്, അല്ലേ? നമ്മുടെ ശബരിമലയിൽ യൗവന പരുവത്തിലുള്ള പെണ്ണുങ്ങളെ കയറ്റാനായി നടത്തിയിട്ടുള്ള വനിതാ മതിലിന് ശേഷമാണ് കമ്മികൾ അവരുടെ തനിനിറ മറയും മടിയുമൊന്നും കൂടാതെ കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്നവർ സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കളും അതുപോലെ തന്നെ ബഹുപങ്കാളി കമ്പക്കാരുമൊക്കെയാണ്. എങ്കിലും ഇതര പാർട്ടിക്കാർ സദാചാര പുരസ്സരം അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വാശി അവർ വെച്ച് പുലർത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ വനിതാ മതിലൊക്കെ സംഭവിച്ച് നമ്മുടെ കേരളം പ്രബുദ്ധ നവകേരളം ആകുന്നതിനും ഒരുപാട് കാലം മുന്നെയാണ് ഉണ്ണിത്താനെ കൂട്ടുകാരിക്കൊപ്പം ഡിഫിക്കാർ വളഞ്ഞു പിടിച്ചത്. ഉടുത്തിരുന്ന ഖദർ വസ്ത്രത്തിൽ ചുളിവ് വീഴ്ത്തേണ്ട എന്ന് കരുതിക്കൊണ്ട് ഉടുതുണി ഉരിഞ്ഞ് ഉണ്ണിത്താൻ അയയിൽ തൂക്കിയതാണ് യഥാർത്ഥത്തിൽ അബദ്ധമായത്. അടുപ്പമുള്ളവർക്കിടയിൽ അകൽച്ച ഒട്ടും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് ഉടുതുണിയുടെ അഭാവം അവരുടെ സംസാരത്തിന് തടസ്സമായില്ല എന്നുള്ളതാണ് നേരെ. എന്നാൽ ഉടുതുണി കൂടാതെ ഒരാണും പെണ്ണും നടത്തുന്ന സംസാരം നാട്ടു സദാചാരത്തിന് എതിരാണ് എന്ന് ധരിച്ചിരുന്ന ഡിഫിക്കാർ, അക്കാലത്ത് അങ്ങനെയാണ് അവർ ധരിച്ചിരുന്നത്, അങ്ങനെ ധരിച്ചിരുന്ന ഡിഫിക്കാർ ഉണ്ണിത്താന്റെ സ്വകാര്യതയിലേക്ക് നിർനാണം ഇടിച്ചു കയറി. ആ സമയത്തെ പിടിവലിയിലും അതുപോലെ തന്നെ കൂട്ടുകാരിയുമായിട്ടുള്ള സംസാരത്തിന്റെ ആ ഊക്കിലും ഉണ്ണിത്താന്റെ നെറ്റിയിലെ കരിങ്കുറി മാഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഒലിച്ചിറങ്ങിയ വിയർപ്പ് നെറ്റിയിലെ ആ കരിങ്കുറി ഒഴുക്കിക്കളഞ്ഞു. എന്തായാലും അതിനു മുന്നോ പിന്നോ കരിങ്കുറി ഇല്ലാത്ത ഉണ്ണിത്താനെ കേരളം കണ്ടിരുന്നില്ല. 2019 വരെ കേട്ടോ, അങ്ങനെ പറയണം. 2006 സഖാവ് കൊടിയേരിയോട് മത്സരിക്കാനായി തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പോകുമ്പോൾ ഉണ്ണിത്താന്റെ തിരുനെറ്റിയിൽ കരിങ്കുറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2015 സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നപ്പോഴും ഉണ്ണിത്താൻ കരിങ്കുറിയനായിരുന്നു. 2016 കുണ്ടറയിൽ സ്ഥാനാർത്ഥിയാവുമ്പോഴും ഉണ്ണിത്താൻ കരിങ്കുറിയൻ തന്നെയായിരുന്നു. 2018 കോൺഗ്രസ് വക്താവാകുമ്പോഴും ഉണ്ണിത്താന്റെ നെറ്റിയിൽ കരിങ്കുറി തെളിഞ്ഞു കിടന്നിരുന്നു എന്നുള്ളതാണ് പോങ്ങന്റെ ഓർമ്മ. എന്നാൽ 2019 ലോക്സഭാ സ്ഥാനാർത്ഥിയാവാൻ വടക്കോട്ട് വണ്ടി കയറിയിട്ടുള്ള ഉണ്ണിത്താൻ കാസർഗോഡ് ചെന്ന് വണ്ടി ഇറങ്ങിയത് കുറി പറഞ്ഞ നിലയിൽ. കാരണം ജനങ്ങൾ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ്. കരിങ്കുറി പതിഞ്ഞു കിടന്നിരുന്ന ഉണ്ണിത്താന്റെ നെറ്റി പിറന്നപടി കാണപ്പെട്ടത് കണ്ട് മലയാളികൾ കണ്ടമാനം അമ്പരന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കുറി പറഞ്ഞ നിലയിൽ കാണപ്പെട്ട ഉണ്ണിത്താനിലെ ആ പച്ച മതേതരനെ കാസർഗോഡുകാർ സത്യത്തിൽ നല്ലോണം തിരിച്ചറിഞ്ഞു. കുറി മായിച്ച് മതേതരനായ ഉണ്ണിത്താനെ കാസർഗോഡുള്ള കൊടും മതേതരർ ജയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. കുറി തൊട്ട് വർഗീയവാദിയായിട്ടുള്ള ശിവൻകുട്ടിയെ നേമത്തുള്ള ഘോര വർഗീയവാദികൾ ജയിപ്പിക്കുമോ? അത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. എന്തായാലും കുറി മായിച്ച ഉണ്ണിത്താനും കുറി തൊട്ട ശിവൻകുട്ടിയും തലയ്ക്ക് വെളിവുള്ള മലയാളികൾക്ക് തീർച്ചയായും അപമാനമാണെന്ന് മാത്രമേ പോകൻ വിചാരിക്കുന്നുള്ളൂ. അതുപോലെ ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയാൻ ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് എന്ന് പറയുന്ന ഒരു സംശയവും പോകൻ വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മുടെ ഈ ശിവൻകുട്ടിയും ഉണ്ണിത്താനും ഒന്നും ഭക്തരല്ല എന്ന് മാത്രമല്ല, അവർ ഹിന്ദുക്കൾ പോലുമല്ല, അല്ലെ? കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ ഹരിശ്രീ ഒഴിവാക്കിക്കൊണ്ട് കുട്ടിയെ എഴുത്തിനിരുത്തിയ വ്യക്തിയാണ് സഖാവ് ശിവൻകുട്ടി എന്ന് പറയുന്ന കാര്യം പലരും മറന്നിട്ടുണ്ടാവില്ല, അല്ലെ? കുട്ടിയെ എഴുത്തിനിരുത്തിയപ്പോൾ സഖാവായതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഹരിശ്രീ എന്നുള്ള ആ തുടക്കം കൂടാതെ ബാക്കിയൊക്കെ എഴുതിയുള്ളൂ. അത് തന്നെ നേരെ ചൊവ്വ എഴുതിയോ എന്നുള്ള കാര്യം ആ കുട്ടിക്കും അറിയാം, ശിവൻകുട്ടിക്കും അറിയാം. അല്ല, രണ്ടുപേർക്കും എങ്ങനെ അറിയാനാണല്ലേ? എന്തായാലും അങ്ങനെയുള്ള ശിവൻകുട്ടി നെറ്റിയിൽ തൊട്ട കുറിയിൽ ഭക്തിയോ ഹൈന്ദവതയോ ഉണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഭക്തിയോ വിശ്വാസമോ ഹൈന്ദവപ്പറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ലാത്ത അലർജിയുടെ തലയിൽ കുറ്റം വെച്ചുകൊണ്ട് നെറ്റിയിലെ കരിങ്കുറി നമ്മുടെ ഉണ്ണിത്താൻ മായ്ക്കുമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു യഥാർത്ഥ ഭക്തന് സാധിക്കുമോ? ഒരിക്കലുമില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അസൽ ഭക്ത ശിരോമണിയായിരുന്ന ലീഡർ കെ കരുണാകരനെ പ്രസാദിപ്പിക്കുക എന്ന ഉന്നം മാത്രമേ ഉണ്ണിത്താന്റെ നെറ്റിയിലെ ആ കരിങ്കുറിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന എന്റെ ഒരു വിശ്വാസം. തന്റെ ഉള്ളിൽ ഇല്ലാത്ത ഭക്തിയെ മറയ്ക്കുക എന്ന് പറയുന്ന ഉന്നത്തോടുകൂടി സ്വന്തം നെറ്റിയിൽ കരിങ്കുറി വരച്ച് വ്യാജഭക്തനായി ലീഡറെ പറ്റിച്ച് ഉണ്ണിത്താൻ പുലർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ആ കരിങ്കുറി ഉണ്ണിത്താന്റെ ഒരു ശീലം മാത്രമായി നെറ്റിയിൽ അങ്ങോട്ട് തുടരുകയും ചെയ്തു. നിത്യവും തൊട്ട് അതൊരു ശീലം, ഒരു അടയാളം മാത്രമായി അങ്ങനെ അത് അദ്ദേഹം കൊണ്ട് നടന്നു. തനിക്ക് ഗുണമുണ്ടാവുന്നു എന്ന് വന്നപ്പോൾ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ അയാൾ നെറ്റിയിൽ നിന്ന് കുറി മായിച്ച് മതേതരനായി മാറുകയും ചെയ്തു. സത്യത്തിൽ കുറി മായിച്ച ഉണ്ണിത്താൻ തലയ്ക്ക് വെളിവുള്ള മുസൽമാന്മാരെയും അതുപോലെ
അതുപോലെ തന്നെ കുറിതൊട്ട ശിവൻകുട്ടി സാമാന്യ ബോധമുള്ള ഹൈന്ദവരെയും ഒന്നുപോലെ കളിയാക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു അഭിപ്രായം തന്നെയാണ് തീർച്ചയായിട്ടും ഈ പോങ്ങനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതപുരോഹിതരോ അതല്ലെങ്കിൽ വിശ്വാസികളും ഭക്തരുമൊക്കെ ആയിട്ടുള്ള സാധാരണ മനുഷ്യരോ ഒന്നുമല്ല ഈ നാട്ടിൽ വർഗീയത പരത്തുന്നത്. അത് ഈ ഉണ്ണിത്താനെ പോലുള്ള ഗാന്ധിയരും ശിവൻകുട്ടിയെ പോലുള്ള സഖാക്കളുമാണ് അത്തരം വൃത്തികേടുകൾ ഈ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മതേതരത്വത്തിന്റെ വളരെ തെറ്റായിട്ടുള്ള ഉദാഹരണങ്ങളാണ് അവരൊക്കെ എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു വിചാരം. സിനിമാ നടനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇടത്തോട്ട് മുണ്ടെടുത്ത് വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞ ആരോ ഒരാൾ ഒരു AI വീഡിയോ ഇറക്കിയതും പോങ്ങൻ FBയിൽ കണ്ടിരുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഈ വിധത്തിൽ മതം കലർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മലയാളികൾ എങ്ങനെയാണ് പ്രബുദ്ധ സമൂഹമാവുന്നത്? എങ്ങനെ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നു? കാസർഗോഡ് മത്സരിക്കണമെങ്കിൽ കുറി മായ്ക്കണമെന്ന് വിശ്വസിച്ച് ഇല്ലാത്ത അലർജി രോഗത്തിന്റെ മരുന്ന് പുരട്ടുന്ന ഉണ്ണിത്താനും അതുപോലെ തന്നെ നേമത്തെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെങ്കിൽ കുറി തൊടണം എന്ന് കരുതുന്ന ശിവൻകുട്ടിയും ഒക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാരാണ് വർഗീയത പരത്തുന്നത്. ഇനി ഏതെങ്കിലും ഒരു നാട്ടിൽ കുറി തൊട്ട ഒരു മനുഷ്യന് കുറി തൊട്ടതിന്റെ പേരിൽ മാത്രം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യമെങ്കിൽ, അങ്ങനെ ഒരു സത്യം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാടിനെ മതേതര നാടായി എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഈ ഇരട്ട പെറ്റവൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് ഇപ്പോഴും താൻ കന്യകയാണെന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവകാശവാദമാവില്ലേ മതസ്ഥരായിട്ടുള്ള മനുഷ്യർ മതേതരരാണെന്ന് അവകാശപ്പെടുന്നത്? അല്ലേ? ജനങ്ങളെ ആത്മാർത്ഥമായി സേവിക്കാനുള്ള അവസരത്തിനായി പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമുക്കിനി എന്നാണ് കാണാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആലോചന വാസ്തവത്തിൽ കുറച്ചു കാലമായിട്ട് പോങ്ങന്റെ മനസ്സിലുണ്ട്. ഈ മതവും ജാതിയും ഒക്കെ പറഞ്ഞും പറയിപ്പിച്ചും വോട്ട് പിടിക്കാൻ നോക്കുന്നവർ ആരായാലും അവർ ജനസേവകരല്ല. ജനസേവന വ്യവസായികൾ മാത്രമാണ് അവരെന്ന് പറയുന്ന ഒരു വിചാരമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് അടുത്ത 5 കൊല്ലം കഴിഞ്ഞേ ഇനി ഒരു സമ്മതിദാനത്തിന് അവസരമുള്ളൂ എന്ന് പറയുന്ന ബോധ്യത്തോടെ വൈകാരികത മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിക്കൂർ എന്ന വിധേയത്വം ഉപേക്ഷിച്ചുകൊണ്ട് വളരെ വിവേകത്തോടെ സമ്മതിദാന കർമ്മം നിർവഹിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പോകാനുണ്ട്. അടുത്ത 5 കൊല്ലത്തേക്ക് നമ്മളെ ആര് ഭരിക്കണം, അല്ലെങ്കിൽ ഖജനാവ് കക്കാനുള്ള അവസരം നമ്മൾ ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് സമ്മതിദാനത്തിലൂടെ ജനാധിപത്യ സംവിധാനം പൗരന്മാർക്ക് നൽകിയിരിക്കുന്നതെന്ന് കരുതുന്ന ധാരാളം പ്രബുദ്ധരുള്ള നാടാണ് നമ്മുടേത്. പൊതുജനങ്ങൾക്ക് സേവകരാവാനും നാടിന് കാവലാകാനും കഴിയുന്ന പൊതുപ്രവർത്തകരെ തിരിച്ചറിഞ്ഞ് അവരെ ജനസേവകരായി നിയമിക്കാനുള്ള ബുദ്ധിമണ്ടയിൽ സൂക്ഷിക്കുന്ന മനുഷ്യർ ഭൂരിപക്ഷമാകുന്ന കാലത്തെ നമ്മുടെ ഈ ജനാധിപത്യം വളരെ വിജയകരമായിട്ടുള്ള ഒരു സംവിധാനമായി മാറുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വിശ്വാസം ഈ പോങ്ങനുണ്ട്. അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഈ മഹത്തായിട്ടുള്ള ആശയത്തെ അല്ലെങ്കിൽ സംവിധാനത്തെ ആയുധമാക്കിക്കൊണ്ട് മതസ്ഥരും തസ്കര ബുദ്ധരുമൊക്കെ രാജാക്കന്മാരായി നാട് ഭരിച്ചുകൊണ്ടിരിക്കും. ജനാധിപത്യ കാലത്തെ രാജാക്കന്മാരായി മന്ത്രി എന്ന വിളിയും കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് നമ്മളെ കൊണ്ടൊക്കെ വിളിപ്പിച്ചുകൊണ്ട് അവന്മാരങ്ങനെ രാജാക്കന്മാരായി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കും, നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ 10 കൊല്ലം തസ്കരാധിപത്യത്തിന്റെ കീഴിലായിരുന്നു കേരളം എന്ന് പറയുന്ന ഒരു വിചാരമാണ് പോകാനുള്ളത്. മതാധിപത്യത്തിന്റെ കീഴിലേക്ക് കേരളത്തെ മാറ്റി നിർത്തണോ അല്ലെങ്കിൽ തസ്കരാധിപത്യത്തിന് തന്നെ കേരളത്തെ നൽകണോ എന്നല്ല ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്ന വിചാരവും ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തസ്കരാധിപത്യം, മതാധിപത്യം ഇവയൊന്നുമല്ല നമുക്കിനി വേണ്ടത്. രണ്ടും മാറണം. അസൽ ജനാധിപത്യം വരണം. അതിനായി ആദ്യം നമ്മൾ പൗരന്മാരുടെ മനോഭാവം മാറണം. എങ്കിൽ മാത്രമേ കേരളത്തിന് മാറാനും വളരാനും ഒക്കെയാവൂ. തസ്കരാധിപത്യവും മതാധിപത്യവും രണ്ടല്ല. വർഗീയത പരത്തലിൽ അവർ ഒന്ന് തന്നെയാണ്, ഒന്നാണ്. നിലവിൽ ഒന്നായിരിക്കുന്ന രണ്ടിനെയും ഒരുമിച്ച് തോണ്ടി എറിയാനായാൽ നമുക്ക് കേരളത്തെ മാറ്റാനാവും, കേരളത്തിന് വളർച്ച പകരാനുമാവും. ഏത് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. But I'm like AI, 40 mil on the deal, stepping over niggas, yeah, you know the shit. My bitch ain't no bitch, she ain't nothing to fuck with. Realest in the room, take it falling in love with. She got that Holly Berry body, getting money, gon' do your thing. I drop her real low, throw it back, let it boomerang. My pretty thing, she can get whatever, call me Pootie Time. Make her pay for it, you know money ain't a fucking thing. And I'm just me and this bitch, 2-stepping to the bank, flipping that shit. I got hot, yeah, they hate to see me coming, got them hot. I'm the one, you know that I run it, yeah, I'm hot. So cold, I'm never cooling down, I'm hot, 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 hot. Yeah, they hate to see me coming, got them hot. I'm the one, you know that I run it, yeah, I'm hot. So cold, I'm never cooling down, I'm hot, 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 hot. You hot like a sauna in the wintertime, fine. If he ain't spending money, then he wasting your time. I'm Mookie Betts at the bed, yeah, I hit it every time. And when I'm in that shit, she like, pull up, rewind. She got that fan